ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടാമെന്ന്. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം സക്സസ് ആവുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ റിവ്യൂ ഇടാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ എന്തായാലും കാണും. പക്ഷേ എന്തായാലും ഞാൻ ബിഗ് ബോസ് എല്ലാ സീസണും കാണുന്ന ഒരു വ്യക്തിയാണ്, ലൈവ് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടാം. അപ്പോൾ നമ്മുടെ അഗ്നിപരീക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 15 എനിക്ക് തോന്നുന്നു രാത്രി 9 മണിക്കാണ് തോന്നുന്നു ടി വിയിൽ വരുന്നത്. പക്ഷേ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട് കേട്ടോ. രാത്രി 12:30 ആയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടു. അപ്പോൾ എൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള റിവ്യൂ ആട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് റെനീഷ റഹ്മാനാട്ടോ. മുമ്പ് 5ാമത്തെ സീസണിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ജഡ്ജസായിട്ട് വരുന്നത് നമ്മുടെ മുമ്പുള്ള സീസണിലെ അഖിൽമാര, രഞ്ജിനി ഹരിദാസ്, അതുപോലെ തന്നെ റിയാസ് അരീം. ഇവർ 3 പേരുമാണ് ജഡ്ജസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ 20 പേരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആ 20 പേരുടെ പേര് ഞാൻ പറയാം കേട്ടോ. RJ അനക, റാഷ പാലത്തിങ്കൽ, പൂജ ശരത്, ഷിബിന, അഭിറാം, അസിയ നൂറിൻ, പ്രണവ്, നൈന ബാലകൃഷ്ണൻ, ഷബീറ ഷെറീഫ്, അഡ്വക്കേറ്റ് അമൃത, വർഷ അന്നാവിച്ചി, രചന, ആരാധ്യ, പാർവതി നാരായൺ, എൽദോ, അമൽ മോഹൻ, ഷിജിൻ, ബിജു തോമസ്, ഷാനം ആൻഡ് അപർണ സുരേഷ്. ഇത്രയും പേരായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെട്ട് തന്നേക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ആങ്കറിങ്ങിലൂടെ തുടങ്ങാം. റെനീഷ റഹ്മാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരിപാടി ആങ്കർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും. എനിക്ക് തോന്നുന്നു ആൾക്ക് അധികം ഈ ഒരു ആങ്കറിങ് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ തന്നെ കൂടുതൽ ബെറ്റർ ആവും തോന്നുന്നു. പിന്നെ നമ്മുടെ ജഡ്ജസ്, എനിക്ക് തോന്നുന്നത് ഇവർ 3 പേരും തന്നെ വലിയ അടിയാകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കുത്തുന്നുണ്ട് ഇവർ 3 പേരും. അപ്പോൾ നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം ഇവരുടെ അടിയാണോ നടക്കാൻ പോകുന്നതെന്ന്. 10,000 ആപ്ലിക്കേഷനോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അഗ്നി പരീക്ഷയ്ക്ക്. അതിനകത്ത് 40 പേരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് 30 പേരും ഡയറക്റ്റ് ഓഡീഷൻ വഴി വന്നവരാണ്. ബാക്കി 5 പേര് മൈജി വഴി, അതുപോലെ തന്നെ 5 പേര് വൈറ്റ് ഗോൾഡ് വഴിയാട്ടോ വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗോൾഡ് പെൻഡൻ കാണിക്കുന്നുണ്ട്, ഇൻഫിനിറ്റി പെൻഡൻ. ആ ഒരു പെൻഡൻ ലഭിക്കുന്നവർക്ക് സൂപ്പർ പവറും അതുപോലെ തന്നെ കൂടുതൽ പ്രിവിലേജസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ടുള്ള എപ്പിസോഡുകൾ കാണുമ്പോഴേ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ റെനീഷ അഖിലിനോട് ചോദിക്കുന്നുണ്ട്, ഈ 40 പേരിൽ നിന്ന് നമുക്കൊരു വിജയിനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അഖിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്നേക്കാൾ ഒരു മികച്ച വിജയിയെ കണ്ടെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് റെനീഷയും അതുപോലെ തന്നെ രഞ്ജിനിയും ഒക്കെ പറയുന്നുണ്ട് അഖിലും റിയാസും തമ്മിൽ അടിയാകാതിരിക്കാൻ നോക്കണം എന്നുള്ളത്. കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നുണ്ട്. ഇന്ന് കൊടുത്ത ടാസ്കിൻ്റെ പേര് മണിച്ചിത്രത്താഴം എന്നാണ് കേട്ടോ. അപ്പോൾ കുറേ താക്കോല് അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൂട്ടുമുണ്ട്. അപ്പോൾ താക്കോല് കുറേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഹിൻ്റ് ഉണ്ട്. ആ സ്റ്റിക്കർ വലിച്ചിറക്കുമ്പോൾ നമുക്ക് ആ ഹിൻ്റ് കിട്ടും. അതിൻ്റെ ആൻസറുള്ള പൂട്ട് നമ്മൾ തുറക്കണം. അങ്ങനെയാണ് ടാസ്ക്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പേർക്ക് കീ കിട്ടി. അതിനകത്ത് ഹിൻ്റ് ഉണ്ടായിരുന്നു. 20 പേർക്കാണ് കിട്ടുന്നത്. അപ്പോൾ 20 പേരിനകത്ത് പൂജ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് കീ കിട്ടി. പക്ഷേ തുറക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് ജാം ആയിപ്പോയി കേട്ടോ. തുറക്കാൻ ഒട്ടും പറ്റുന്ന ആളാകെ ടെൻഷനായി തുടങ്ങി. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു പയ്യൻ ഇത് തുറന്നു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് കീ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഇവർ തമ്മിൽ ആ കീ കൊടുക്കുന്നില്ല. ഒരാളുടെ കയ്യിൽ പൂട്ട്, ഒരാളുടെ കയ്യിൽ കീ, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവസാനം നമ്മുടെ റെനീഷയൊക്കെ ഇടപെട്ടിട്ട് നമ്മുടെ പൂജയ്ക്ക് അത് അൺലോക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആളും ഈ ഒരു 20 പേരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഈ ടാസ്ക് ജയിച്ച് 20 പേരെയും നമ്മുടെ ഫ്ലോറിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അഖിൽ ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് ഭാഗ്യം കൊണ്ട് കയറിയവർ ആരൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടാസ്ക് വിജയിച്ചത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 6 പേര് ഭാഗ്യം കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കും ശരിക്കും അതൊരു ജെനുവിൻ മറുപടിയായിട്ടാണ് തോന്നിയത്. കാരണം ഇനി കുറച്ചൊക്കെ ഭാഗ്യം സത്യം പറഞ്ഞാൽ വേണമായിരുന്നു. അത് ജെനുവിനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ഇവർ 20 പേര് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ തന്നെ ഇവരുടെ വീക്ക് പോയിന്റ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്ട്രെങ്തും വീക്ക് പോയിന്റും ഒക്കെ പറയുന്നുണ്ട്. ഇവരെക്കുറിച്ചുള്ള, അതായത് ഇവർ ഈ ഓഡീഷന് പങ്കെടുക്കുമ്പോൾ തന്നെ ഇവരെക്കുറിച്ചുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഈ പേപ്പറെല്ലാം 20 പേരുടെയും അത് നമ്മുടെ ഈ 3 ജഡ്ജസിൻ്റെയും കയ്യിലുണ്ട്. അപ്പോൾ ഇവർ കള്ളം പറയുവാണോ അതുപോലെ തന്നെ കറക്റ്റാണോ പറയുന്നത് ഇവരിടയ്ക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, റെനീഷ പറയുന്നത് വെച്ചാൽ ഇത് കിട്ടുന്നവർക്ക് ഒരു സൂപ്പർ പവർ അതുപോലെ തന്നെ കൂടുതൽ പ്രിവിലേജസ് ഒക്കെ ഉണ്ടാകുമെന്നാണ്. അതെന്താണെന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അത് മുന്നോട്ടുള്ള എപ്പിസോഡ് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ.
പിന്നെ നമ്മുടെ ഈ 20 പേരെ 3 ടീമായിട്ട് തിരിക്കട്ടെ. അതായത് നമ്മുടെ 3 ജഡ്ജസിൻ്റെ കീഴിലായിട്ട് 20 പേരെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. അപ്പം നമ്മുടെ ജഡ്ജസ് തന്നെ ആട്ടോ ഓരോരുത്തരെയും ചൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ റിയാസ് സെലക്ട് ചെയ്തേക്കുന്നത് ഷിബിന, പൂജ, അഭിറാം, റാഷ, അസിയ, അനഘ, പ്രണവ് എന്നിവരെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിനി സെലക്ട് ചെയ്തേക്കുന്നത് ആരാധ്യ, അതുപോലെ തന്നെ സബിറ, പാർവതി, അമൃത, വർഷ, രചന, നൈന എന്നിവരെയാണ് രഞ്ജിനി സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ അഖിൽമാരാർ സെലക്ട് ചെയ്തേക്കുന്നത് ബിജു, എൽദോ, ഷിജിൻ, ഷാനവ്, അമൽ, അപർണ എന്നിവരെയാണ് അഖിൽമാരാർ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അഖിൽമാരാറും റിയാസും തമ്മിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഖിൽമാരാർ പറയാണ് ഇതിനകത്ത് റിയാസിൻ്റെ ഗെയിം ഇഷ്ടമല്ലാതെ, അല്ലെങ്കിൽ റിയാസിന് ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പൊട്ടിക്കണം എന്നൊക്കെ തോന്നി ആരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ റിയാസ് തിരിച്ചും കൊട്ടുന്നുണ്ട്. ഇതിനകത്ത് അഖിൽമാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അനഘ പറയുന്നുണ്ട് എനിക്ക് അഖിൽമാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അനഘ മുന്നോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 3 ജഡ്ജസിനും ഒരു ടാഗ് ഉണ്ട്. അതായത് റിയാസിനൊരു ഗെയിം ചേഞ്ചർ എന്നുള്ള ടാഗ്, രഞ്ജിനിക്കാണെങ്കിൽ ഫിയർലെസ് എന്നുള്ളൊരു ടാഗുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഖിൽമാരാർക്ക് റഫ് ആൻഡ് ടഫ് എന്നുള്ള ഒരു ടാഗുമുണ്ട്. അപ്പം നിങ്ങൾ ആരെയാണ് ഇതിനകത്ത് ഈ ഒരു ടാഗിന് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗെയിം ചേഞ്ചർ എന്നുള്ള രീതി റിയാസ് പറയുന്നത് പൂജയാണ്. അതായത് പൂജ ആദ്യം തന്നെ ഒരു നല്ലപോലെ ടെൻഷനായി ആ താഴിട്ട് തുറക്കാൻ പറ്റിയില്ല. ആ സമയത്ത് പിന്നെ ആൾ കയറി വന്നു എന്നുള്ള രീതിയിലാണ് പൂജേനെ റിയാസ് ചൂസ് ചെയ്യുന്നത്. ഫിയർലെസ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഫിയർലെസ് ആണെന്നാണ് രഞ്ജിനി പറഞ്ഞത്. പിന്നെ റഫ് ആൻഡ് ടഫ് എന്നുള്ള രീതിയിൽ ഷിജിനെയാണ് നമ്മുടെ മാരാർ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ റിയാസ് നമ്മളുടെ അനഘയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ആരായിരുന്നു ബിഗ് ബോസിൽ. കാരണം അനഘ പറഞ്ഞല്ലോ അഖിൽമാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഫേവറേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതിന് അഖിൽമാരാർ എന്നാണ് അനഘ പറയുന്നത്. അപ്പോൾ റിയാസ് ചോദിക്കുന്നുണ്ട് ആളുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറയുന്നു, പക്ഷേ ആളിലാണ് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്നും പറയുന്നു. അപ്പോൾ അനഘ പറയുന്നുണ്ട് ആൾ ബിഗ് ബോസിനുള്ളിൽ കളിച്ച ഗെയിം എനിക്കിഷ്ടമാണ്, പക്ഷേ പുറത്തുള്ള ആളുടെ പൊളിറ്റിക്സ് എനിക്കിഷ്ടമല്ല എന്ന് വ്യക്തമായിട്ട് തന്നെ അനഘ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ടീമിനും ടാസ്ക് കൊടുക്കുവാണ്. ആദ്യം നമ്മുടെ റിയാസിൻ്റെ ടീമിലെ 7 പേരാട്ടോ വന്നത്. അതിനകത്ത് അവർക്ക് ഇൻവേർട്ടഡ് പിരമിഡ് എന്നുള്ള ടാസ്ക്കാണ് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ പിരമിഡ് ചെയ്യുന്നവർക്ക് അതിനകത്ത് 4 പേര് ഡേഞ്ചറിൽ പോവും, 3 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ പിരമിഡ് നല്ല കറക്റ്റായിട്ട് പെർഫെക്ഷനായിട്ട് വെക്കുന്നവർക്കാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 7 പേരിൽ 4 പേര് ഡേഞ്ചറിൽ പോയി. അതുപോലെ തന്നെ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അസിയ, പൂജ, ഷിബിന, അതുപോലെ തന്നെ റാഷ എന്നിവരാണ് ഡേഞ്ചറിലോട്ട് പോയേക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് പിരമിഡ് സെറ്റാക്കി വെച്ചേക്കുന്നത് അഭിറാം, അനഘ, പ്രണവ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾക്ക് പെൻഡൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ റിയാസ് ഒരാളെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രണവിനെയാണ്. കാരണം പ്രണവ് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ പിരമിഡ് സെറ്റ് ചെയ്തു എന്നാണ് റിയാസ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പ്രണവിന് ഈ ഒരു പെൻഡന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രഞ്ജിനിയുടെ ടീമിൽ വർഷേനോട് ചോദിക്കുന്നുണ്ട്. രഞ്ജിനി ചോദിക്കുന്നുണ്ട് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ് ബിഗ് ബോസിൽ. അപ്പം പറയുന്നുണ്ട് അത് രഞ്ജിനി ചേച്ചിയാണ് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതെ ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആണോ എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ ആരും അല്ല എന്നും എഴുതിയിട്ട് കാണും എന്ന് വർഷ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്നത് പേളിയുടെ പേരായിരുന്നു. അപ്പം രഞ്ജിനി പറയുന്നുണ്ട് ഇതിനകത്ത് പേളി എന്നാണ് കൊടുത്തേക്കുന്നത്. ആണോ ആയിരിക്കാം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആളുടെ ഒരു കള്ളം അവിടെ പൊളിയുകയാണ് ചെയ്തത്. ശരിക്കും അങ്ങനെ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. ആൾക്ക് നെഗറ്റീവ് മാർക്കാണ് അവിടെ വരാൻ പോകുന്നത്. കാരണം ഇത് പുറത്തോട്ട് പോകുമ്പോഴും ആളിങ്ങനെ ഒരു കള്ളം പറയുന്ന രീതി വരുമ്പോൾ ആൾക്കത് നെഗറ്റീവായിട്ട് തന്നെ ആളെ അത് മുന്നോട്ടുള്ള പോകുമ്പോഴത്തേക്കും നെഗറ്റീവായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ രഞ്ജിനിയുടെ ടീമിന് കൊടുത്ത ടാസ്ക് കൊളങ്കരയാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഔട്ടാവുന്ന 2 പേര് ഡേഞ്ചറിലോട്ട് പോകുന്ന കേട്ടോ ആദ്യം തന്നെ റെനീഷ പറഞ്ഞത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ്, റൈറ്റ്, ഇന്ന്, ഔട്ട് അങ്ങനെയാട്ടോ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ റിയാസ്, റൈറ്റ് എന്ന് പറയുമ്പോൾ രഞ്ജിനി, ഇന്നെന്ന് പറയുമ്പോൾ അഖിൽ, അതുപോലെ തന്നെ ഔട്ട് എന്ന് പറയുമ്പോൾ റെനീഷ. ഇങ്ങനെയായിരുന്നു ടാസ്ക്. ഇതിനകത്ത് ആദ്യം തന്നെ ആരാധ്യയും നൈനയും ഔട്ടായിട്ടുണ്ട്. പിന്നെ 4 പേര് വരുന്നുണ്ട്, സാബിറ, അതുപോലെ തന്നെ പാർവതി, അമൃത, വർഷ. ഈ 4 പേരിൽ അവസാനം വരെ നിൽക്കുന്നത് പാർവതിയാണ്. അങ്ങനെ പാർവതിക്കാട്ടോ ഈ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത്. അവസാനം നമ്മുടെ അഖിലിന്റെ ടീമിന് കിട്ടുന്ന ടാസ്ക് എന്ന് വെച്ചാൽ ബൗൺസിങ് ടാസ്ക് ആണ്. അത് നമ്മൾ ഗ്ലാസ്സിൽ ബോൾ ഇങ്ങനെ കുതിപ്പിച്ച് വീഴുന്നില്ല, അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു. അതിനകത്ത് അപർണയും അതുപോലെ തന്നെ ഷാനവും ഔട്ടായി. അവർ നമ്മുടെ ഔട്ട് ഹൗസിലോട്ട് പോയിട്ടുണ്ട്, ഡേഞ്ചറിനകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഷിജിന്, അമൽ, ഇതിനകത്ത് ഇവരാണ് ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്തത്. ഇതിനകത്ത് ഷിജിനാണ് നമ്മുടെ ഇൻഫിനിറ്റി ഒരു പെൻഡന്റ് കിട്ടുന്നത്.
കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട് ബാക്കി 20 പേർക്കും കൂടെ ഒരു ചാൻസ് കൊടുക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ നാളെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കാം നാളത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ശരിക്കും ഇൻഫിനിറ്റി പോയിന്റ് പ്രിവിലേജ് കിട്ടിയിട്ടുള്ളത് പ്രണവ്, പാർവതി, ഷിജിൻ എന്നിവർക്കാണ് കേട്ടോ. അപ്പം എനിക്കറിയില്ല ഈ വീഡിയോയിൽ എന്തോരം പോരായ്മകൾ ഉണ്ടായിരിക്കും, ഞാൻ പറയുന്നതിനകത്ത് തെറ്റുകൾ ഉണ്ടായിരിക്കാം, നാക്കൊക്കെ ഇടയ്ക്കൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട്, അറിയില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. മുന്നോട്ടും വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.